നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് യൂണിയൻ ബജറ്റ് ദിവസം. വലിയ മാർക്കറ്റ് മൂവ്മെന്റുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണത്. പക്ഷേ സത്യം പറഞ്ഞാൽ അന്ന് ഭയങ്കര ടെൻഷനായിരിക്കുമല്ലേ? ഒരു വശത്ത് ധനമന്ത്രിയുടെ പ്രസംഗം കേൾക്കണം, മറുവശത്ത് ന്യൂസ് ചാനലിലെ ബ്രേക്കിംഗ് ന്യൂസ് നോക്കണം. ഇതിനിടയിൽ നമ്മുടെ ചാർട്ടുകളും സ്റ്റോക്ക് പ്രൈസും എല്ലാം കൂടി നോക്കി വരുമ്പോഴേക്കും തല പുകയും. പലപ്പോഴും മാർക്കറ്റിലെ നല്ല അവസരങ്ങൾ നമുക്ക് മിസ്സാകാറുമുണ്ട്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം. ഫയേഴ്സിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് സൗജന്യമായി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിലേക്ക് വരാം. ബജറ്റ് ദിവസം മാർക്കറ്റ് വല്ലാതെ വോളറ്റൈലായിരിക്കും. ഈ സമയത്ത് ടി.വി. സ്ക്രീനിലേക്കും ട്രേഡിംഗ് ടെർമിനലിലേക്കും മാറി മാറി നോക്കുമ്പോൾ പലപ്പോഴും ന്യൂസ് വന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാകും നമ്മൾ കാര്യം അറിയുന്നത് തന്നെ. അതായത് കണക്ട് ദ ഡോട്ട്സ് എന്ന് പറയില്ലേ, വാർത്തയും മാർക്കറ്റ് മൂവ്മെന്റും തമ്മിൽ ബന്ധിപ്പിക്കാൻ വൈകിപ്പോകുന്നു. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഫയേഴ്സ് ഇത്തവണ കിടിലനൊരു സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫയേഴ്സ് ബജറ്റ് ഡാഷ്ബോർഡ്. ഇതൊരു ഓൾ ഇൻ വൺ സ്ക്രീനാണ്. അതായത് ബജറ്റ് ദിവസം ഒരു ട്രേഡർക്ക് വേണ്ടതെല്ലാം ഒറ്റ സ്ക്രീനിൽ കിട്ടും. നിങ്ങൾക്കിവിടെ ലൈവായി ബജറ്റ് പ്രസംഗം കാണാം. തൊട്ടടുത്ത് തന്നെ ബജറ്റിലെ പ്രധാന ഹൈലൈറ്റുകൾ അപ്പപ്പോൾ എഴുതിവരും. ഇതിനോടൊപ്പം തന്നെ സെക്ടർ ഹീറ്റ് മാപ്പുകളും ഏറ്റവുമധികം വോളറ്റിലിറ്റിയുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റും എല്ലാം ഒരേ പേജിൽ തന്നെ ഉണ്ടാകും. ഇതെങ്ങനെയാണ് നമുക്ക് ഗുണകരമാകുന്നത് എന്ന് നോക്കാം. ഉദാഹരണത്തിന്, ധനമന്ത്രി പ്രസംഗത്തിനിടയിൽ കൺസംഷൻ കൂട്ടാനുള്ള അല്ലെങ്കിൽ വാഹന വിപണിയെ സഹായിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നു എന്ന് കരുതുക. ആ നിമിഷം തന്നെ ഡാഷ്ബോർഡിലെ ഹീറ്റ് മാപ്പിൽ ഓട്ടോ സെക്ടറോ എഫ്.എം.സി.ജി. സെക്ടറോ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഏത് സെക്ടറാണ് അനങ്ങുന്നത് എന്ന് അപ്പപ്പോൾ മനസ്സിലാക്കാം. മാത്രമല്ല, ആ സെക്ടറിലെ ഏത് സ്റ്റോക്കാണ് കുതിക്കുന്നത് എന്ന് വോളറ്റിലിറ്റി ടേബിളിൽ നോക്കി ഉടനെ തന്നെ ട്രേഡ് എടുക്കാനും സാധിക്കും. ഇനി ഇമ്പോർട്ട് ഡ്യൂട്ടിയോ സബ്സിഡിയോ ഒക്കെ മാറ്റുമ്പോൾ കമോഡിറ്റി മാർക്കറ്റിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇതേ ഡാഷ്ബോർഡിൽ അറിയാൻ പറ്റും. ചുരുക്കത്തിൽ 10 സ്ക്രീനിലേക്ക് നോക്കി കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. വാർത്തയും അതിന്റെ ഇമ്പാക്റ്റും എല്ലാം കൺമുന്നിൽ തന്നെ ഉണ്ടാകും. എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്.